കുവൈറ്റിന്റെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് നവാഫ് അൽ ജാബർ അൽ സബയുടെ ഓർമ്മയിലാണ് രാജ്യം. ഒന്നാം ചരമവാർഷികത്തിൽ കുവൈറ്റ് ഭരണകൂടവും രാജ്യവും അദ്ദേഹത്തെ ഓർത്തു. അന്തരിച്ച മുൻ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുടെ ഒന്നാം വാർഷികം കുവൈറ്റ് ഭരണകൂടം അനുസ്മരിച്ചു. ഷെയ്ഖ് നവാഫ് തൻ്റെ ജീവിതകാലത്ത് ഹൗസ് ഓഫ് സബയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിരുന്നു. 25-ാം വയസ്സിൽ 1962 ഫെബ്രുവരി 21 ഹവല്ലി ഗവർണറായി നിയമിതനായ അദ്ദേഹം 1978 മാർച്ച് 19 വരെ ആ പദവിയിൽ തുടർന്നു. 1978 മുതൽ 1988 ജനുവരി 26 വരെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഗൾഫ് യുദ്ധത്തിൽ കുവൈറ്റ് മോചനം നേടിയതിനെ തുടർന്ന് 1991 ഏപ്രിൽ 20 തൊഴിൽ സാമൂഹിക കാര്യങ്ങളുടെ ആക്ടിംഗ് മന്ത്രിയായി ഷെയ്ഖ് നവാഫ് നിയമിതനായി. 1992 ഒക്ടോബർ 17 വരെ ആ പദവിയിൽ തുടർന്നു. 1994 ഒക്ടോബർ 16 നവാഫ് കുവൈറ്റിൻ്റെ നാഷണൽ ഗാർഡ് ഡെപ്യൂട്ടി ചീഫായി നിയമിതനായി. 2023 വരെ ആ പദവിയിൽ തുടർന്നു. അതേ വർഷം 2023 ഒക്ടോബർ 16 കുവൈത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി അമീർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി സ്ഥാനം വീണ്ടും ഏറ്റെടുത്തു. അറബ് രാജ്യങ്ങൾക്കായുള്ള സഹകരണ കൗൺസിൽ ദേശീയ ഐക്യത്തെ പിന്തുണയ്ക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വളരെയധികം പങ്കുവഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് നവാഫ്. കുവൈറ്റിൻ്റെ പല വികസന പ്രവർത്തനങ്ങളുടെ തുടക്കങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. നിരവധി ആദരവുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. സ്പെയിൻ രാജ്യത്തിൻ്റെ നൈറ്റ് ഗാർഡ് ക്രോസ് ഓഫ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ്, അർജന്റീനയുടെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ലിബറേറ്റർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കോളർ ഓഫ് ദ ഓർഡർ ഓഫ് സയ്യിദ്, പാലസ്തീൻ രാജ്യത്തിൻ്റെ ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ എന്നിങ്ങനെ നിരവധി ആദരവുകൾ അദ്ദേഹത്തെ തേടിയെത്തി. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആ മഹാനായ ഭരണാധികാരി അസുഖത്തെ തുടർന്ന് 2023 ഡിസംബർ 16 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടി ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.